വോട്ടെടുപ്പ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. തൃശ്ശൂരിൽ ഒരു പ്രശ്നങ്ങളുമില്ലാതെ തന്നെ 7 മണിക്ക് തന്നെ കൃത്യം വോട്ടിംഗ് ആരംഭിക്കാൻ സാധിച്ചോ? തീർച്ചയായും അമ്പിളി, ഇന്ന് രാവിലെ തന്നെ ഈ ഒരു മോക്ക് പോളിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനുള്ളത് ഈ പുറനാട്ടുകര സ്കൂളിലാണ്. ഈ സ്കൂളിലാണ് അനിൽ അക്കരെ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ വോട്ട് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ അനിൽ അക്കരെ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തി പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് തേടേണ്ടതുണ്ട്. ഇവിടെ എല്ലാവരും തന്നെ രാവിലെ ഈ സമ്മതിദാനാവകാശം നിറവേറ്റാൻ വേണ്ടി ആളുകൾ വളരെ നേരത്തെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഈ അനിൽ അക്കരെയുള്ള പ്രധാന സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് രേഖപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹമാണ് ആദ്യം തന്നെ ഈ ഒരു ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ കൂടി അറിയാനുണ്ട്. അദ്ദേഹം ഇപ്പോൾ വോട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു ദൃശ്യമാണ് കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു തിരക്ക് നമുക്ക് രാവിലെ തന്നെ ഇവിടെ അനുഭവപ്പെട്ടിട്ടുണ്ട്. എല്ലാവരും ഈ ജോലി തിരക്കിനൊക്കെ മുന്നിൽ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുക എന്നുള്ളൊരു അത്തരത്തിലുള്ളൊരു ലക്ഷ്യത്തിലാണ് അവർ വന്നത്. അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ഉണ്ട്. 6 മണിക്ക് തന്നെ ഈ ഒരു മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു. ആദ്യം വോട്ട് രേഖപ്പെടുത്തിയത് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി അടാട്ട് UDF സ്ഥാനാർത്ഥി അനിൽ അക്കരെ തന്നെയാണ്. അദ്ദേഹം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം, അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ അതൊക്കെ എന്താണ് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനു വേണ്ടിയുള്ള ഒരു യാത്രയിലാണ്. ഇതിനകത്ത് വെച്ച് പ്രതികരണം പാടില്ലാത്തതിനാൽ തന്നെ പുറത്തേക്ക് നീങ്ങുകയാണ്. പുറത്ത് വെച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ പല ബൂത്തുകളിലും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടത്. എത്രയും പെട്ടെന്ന് നേരത്തെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങാം എന്നുള്ള ഒരു അത്തരത്തിലുള്ളൊരു ലക്ഷ്യം തന്നെയാണ് സംവിധായകർ അല്ലെങ്കിൽ വോട്ടർമാർ എടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി ഇറങ്ങുക എന്നുള്ളൊരു ലക്ഷ്യം അത് തന്നെയാണ് നമുക്ക് എല്ലാ ബൂത്തുകളിലും തൃശ്ശൂരിൽ കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അനിൽ അക്കരെ അടക്കം വോട്ട് രേഖപ്പെടുത്തി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ? പ്രത്യേകിച്ചും നമുക്കറിയാം അനിൽ അക്കര ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവ് കൂടിയാണ്. ഈ കോൺഗ്രസ് അത്തരത്തിൽ ഒരു പ്രധാന നേതാവ് വേണം എന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് അനിൽ അക്കരയെ വോട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയായി നിർത്തിയത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വളരെ വലുതാണ്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ നമുക്കറിയാം ശബരിനാഥ്, അനിൽ അക്കര പോലുള്ള നേതാക്കന്മാരാണ് വലിയ പ്രശസ്തരായ നേതാക്കൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കേണ്ടതുണ്ട്. അങ്ങോട്ട് പോകാം. ഇതുവരെ ബൈറ്റ് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ഉണ്ട്. ഒരു തെരഞ്ഞെടുപ്പ് ആദ്യം വോട്ട് ചെയ്തു. അതുപോലെ തന്നെ അടാട്ട് എന്ന് പറയുമ്പോൾ അത് തൃശ്ശൂരും ഒക്കെ ശ്രദ്ധാകേന്ദ്രമാണ്. ഞാനിവിടെ 1ാം ക്ലാസ്സിൽ ഈ സ്കൂളാണ് പഠിച്ചത്. ഞാൻ പഠിച്ച ആ ക്ലാസ്സിലാണ് ഞാൻ ഇത്തവണ വോട്ട് ചെയ്തത്. ആ ക്ലാസ്സിലാണ് മഹാത്മാഗാന്ധി ഈ പഞ്ചായത്തിലേക്ക് വന്നപ്പോൾ താമസിച്ചത്. 2000-ൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സര സമയത്ത് ആദ്യം വോട്ട് ചെയ്തത് ഞാനാണ്. 2005-ലെ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് ആദ്യം വോട്ട് ചെയ്തത്. 2010-ലെ തെരഞ്ഞെടുപ്പിൽ ഞാനാണ് വോട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഞാൻ മത്സരിച്ച 2016-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യമാണ് വോട്ട് ചെയ്തത്. പക്ഷേ 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എനിക്ക് ആദ്യത്തെ വോട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ വോട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് 2 ആളുകൾ ബലമായി വന്നു നിന്ന് വോട്ട് ചെയ്യാൻ ചെയ്തത്. ആ തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആദ്യത്തെ വോട്ട് എൻ്റെയാണ്. അപ്പം ഞാൻ ആദ്യമായി വോട്ട് ചെയ്ത എല്ലാ തെരഞ്ഞെടുപ്പിലും ഞാൻ ജയിച്ചിട്ടുണ്ട്. ആ ഒരു സന്തോഷം ഇന്ന് എനിക്കുണ്ട്. ഇന്ന് ഞാൻ മത്സരിക്കുന്ന വാർഡ് സംസ്കൃതം കോളേജ് വാർഡാണ്. ശാരദാ ക്ഷേത്രം ഇരിക്കുന്ന വാർഡാണ്. ഇന്ന് ശാരദാ ജയന്തിയാണ്. ആശ്രമത്തിൻ്റെ പ്രത്യേകത നിങ്ങളിവിടെ തൊട്ടപ്പുറത്താണ്, പോയി കാണാം. ആശ്രമത്തിനകത്ത് ശാരദാദേവിയുടെ ക്ഷേത്രമുണ്ട്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും ശാരദാദേവിയുടെയും ക്ഷേത്രമാണ്. അതിനകത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ ഫോട്ടോ ഇരിക്കുന്ന പിന്നെ ഒരു ക്ഷേത്രം കൂടിയാണ്. ഹൈന്ദവ ആചാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രത്തിനകത്ത് ജീസസ് ക്രൈസ്റ്റിൻ്റെ കൂടി ഫോട്ടോ വെച്ചിട്ടുള്ള 2 ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട്. അങ്ങനെ മതേതരത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, ഗാന്ധി കൂടി വന്ന കേന്ദ്രത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ എനിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായതാണ്. ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത്.